ദിവസം ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഇവര് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? കയറി താമസം എന്താ പറയുന്നത്? ഹൗസ് വാമിംഗ് നടത്താൻ പോവാ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഹൗസ് വാമിംഗ് ഓരോ വീട്ടുകാരായിട്ട് നടന്നത്. ഇവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിച്ചേർന്നാണ് നടത്താൻ പോകുന്നത്. അതിനോട് ഇവരെന്നാ ചെയ്തെന്ന് അറിയാം? ഇവരെല്ലാം കൂടെ ഈ 51 പേരൂടെ കൂടി ഒരു വീട്ടിൽ നിന്ന് 12,000 രൂപ വെച്ച് പിരിച്ചിട്ട് വലിയൊരു ആഘോഷമായിട്ട് ഇവർ ചെയ്യാൻ പോവാ. അതിന്റെ അടുത്ത് വേറൊരു പത്രം ഉണ്ടല്ലോ, ദേശാഭിമാനി. ഈ മുടിഞ്ഞ നാറിയ പത്രം എഴുതി വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് നിർബന്ധിത പിരിവ് നടത്തി അവരുടെ അക്കൗണ്ടിലേക്ക് ഉണ്ടാക്കിയത്. എന്തൊരു നാറിത്തരമാണ് നിങ്ങൾ പറയുന്നത്? ഇവരെല്ലാം നിങ്ങളുടെ അറിവോട് കൂടി നിങ്ങൾ പിരിക്കുന്ന പൈസ അല്ലേ? 51 കുടുംബവും ഒരു കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. അതിന്ന് എല്ലാവരും ഓക്കെയാണ്. 12,000 രൂപ തന്നെ ദേശാഭിമാനിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. നമുക്ക് നമ്മുടെ ഈ വീട് തന്ന മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമാണ്. ആ പാർട്ടി നേതാക്കന്മാരെയും അതുപോലെ ഞങ്ങൾ സഹായിച്ച സന്നദ്ധ ആളുകളെയും പല ആളുകളെയും നമ്മൾ അയൽവാസികളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ അവർക്ക് ട്രീറ്റ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കയ്യിൽ പൈസ എടുത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നേതാക്കന്മാർ പാർട്ടിക്കാർ എല്ലാം ഞങ്ങൾ ക്ഷണിക്കുക ഈ പരിപാടിയിലോട്ട്. അങ്ങനെ ക്ഷണിച്ചൊരു പരിപാടിയാണ് ഇന്നലെ തൊട്ട് ദിവസം കൊണ്ട് അവർ കൊളാക്കിയത്. ഈ മുടിഞ്ഞ കൂത്തി ഇരുന്ന് കാണാന്ന് പറഞ്ഞ പോലെ ഈ നാറിയ പത്രം, നിങ്ങൾ പാർട്ടി പത്രമൊക്കെ ഓക്കെ, പക്ഷേ ഇത് നല്ല കാര്യമല്ലേ? ഇവിടെ ഈ 51 വീടുകളിൽ പാർട്ടി പ്രവർത്തകരുണ്ട്, CPM-കാരുണ്ട്, BJP-കാരുണ്ട്, അതുപോലെ കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, എല്ലാ തരത്തിലും. അതുപോലെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാം കൂടെ ഉണ്ട്. നിങ്ങൾ ആ സമയത്ത് ഈ മതം കുത്തിത്തിരിയിട്ടുണ്ട് ഈ നാറിയ പരിപാടി കാണിക്കല്ലേ ദേശാഭിമാനി? ഏതായാലും ഞാൻ പറയുകയാണ്, മുസ്ലിം ലീഗ് ചെയ്ത ഈ നല്ല പ്രവൃത്തി 51 വീടുകളിൽ വിള്ളലില്ല. അതുപോലെ തന്നെ ഇവിടെ 51 വീടുകളിലും ഫർണിച്ചർ കൊടുക്കുന്നുണ്ട്, അലമാര കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വൃത്തിയായി പിരിച്ച ഈ പൈസ ഇവർ വിനിയോഗിച്ചിരിക്കുക തന്നെയാണ്. അവിടെ മുകളിൽ ടാങ്ക് പണിയുന്നുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട്. ഓരോ ദിവസവും ഈ കാരുണ്യം കാണാൻ വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. ഓരോ വീടുകളും കയറി കാണുന്നുണ്ട്. കാരണം പാർട്ടി ഏതുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ, CPM നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പാലക്കാരൻ. അതുകൊണ്ട് വൃത്തിയേട് പറഞ്ഞുണ്ടാക്കരുത് പ്രിയപ്പെട്ട ദേശ അപമാനി. അതുകൊണ്ട് പറയുകയാണ്, ഈ നന്മയെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇത് കൂടി തെണ്ടിത്തരം വിളമ്പരുത്. 12,000 രൂപ വെച്ച് ഓരോ വീട്ടുകാർ പിരിച്ചാണ് ഇവിടെ ഈ പറഞ്ഞ ഹൗസ് വാമിംഗ് നടത്തുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ വരാം, ഇവർ ഇരുകയും നോക്കി നീട്ടി നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾക്ക് എപ്പോഴും വെൽക്കമാണ്. ഇവിടെ സന്തോഷത്തിലാണ് നിങ്ങൾ പങ്കുചേരുന്നത്. പല വീടുകളിൽ നിന്നും അംഗങ്ങളെ അല്ലെ, നമ്മുടെ സ്വന്തം സനീതിമാരെ അല്ലെ, അച്ഛനെ അമ്മയെ നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് കരകയറി വന്നവരാണ് ഇവരെ തോപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. മോശമാണ്. ഏത് ദേശാഭിമാനി ചെയ്താലും ആരിതാലും തന്തയില്ലാത്തരം കാണിക്കരുത്. നന്ദി, സ്നേഹം. 2 TVക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.